ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു വെക്കേഷൻ ട്രിപ്പ് പോയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കന്യാകുമാരിയിലോട്ടാണ് പോയത്. അതിന് മുമ്പേ തന്നെ 2 പള്ളികളൊക്കെ സന്ദർശിച്ചിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ കന്യാകുമാരിയിലെത്തിയത്. നല്ല മനോഹരമായ റോഡും പൂക്കളൊക്കെ ഉള്ള നല്ല ഒരു ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്. നല്ല റോഡും കുന്നും മലകളും കാറ്റാടിയൊക്കെ ഉൾപ്പെടുത്തി നല്ല മനോഹരമായ റോഡും കാഴ്ചകളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തുമ്പോൾ തന്നെ 5 മണി ആയിട്ടുള്ളായിരുന്നു. അപ്പം സൺസെറ്റിൻ്റെ സമയമായിട്ടില്ല. അപ്പം ഞങ്ങളൊരു വാക്സ് മ്യൂസിയത്തിലോട്ട് കയറി. അവിടെ 100 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. 100 രൂപ കൊടുത്ത് നമ്മൾ മ്യൂസിയത്തിനകത്ത് കയറി. പക്ഷെ ചിലതൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, ചിലതൊന്നും നല്ല ഒറിജിനാലിറ്റി ഒന്നുമില്ല. നിങ്ങൾ കണ്ടു നോക്ക്. ഇത് കോഹ്ലിയാണെന്ന് തോന്നുന്നു, പക്ഷെ കോഹ്ലിയുടെ രൂപമൊന്നുമില്ല. ഷാരൂഖ് ഖാൻ കുറച്ചെങ്കിലും മാച്ചായി വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് എന്ന ഓപ്ഷനോടെ ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇത് 3D പിക്ചർ എടുക്കാവുന്ന ഒരു ഫ്ലോറാണിത്. ഇതിൽ അവർ തന്നെ നമ്മളെ ഫോണിൽ നമ്മളെ പിക്ചറൊക്കെ എടുത്ത് തന്നു. പക്ഷെ 3D എഫക്റ്റുള്ള നല്ല പിക്ചറായിരുന്നില്ല. അതിനുള്ള ഫ്ലോറാണിത്. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അസ്തമയത്തിൻ്റെ കാണാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് സൺസെറ്റിന് സമയമായി. ഒത്തിരി ജനങ്ങൾ തിരക്കുണ്ടായിരുന്നു അവിടെ. ഞാൻ അവരെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങ് ദൂരെ വിവേകാനന്ദ പാറയുടെ സീനൊക്കെ കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടുത്തെ കടലിൽ. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് അസ്തമയത്തിൻ്റെ കാഴ്ച. ഫുള്ളായിട്ട് അസ്തമിച്ചിട്ടുണ്ട് സൂര്യൻ. പിന്നെ രാത്രിയിൽ നല്ല മനോഹരമായ ലൈറ്റോടുകൂടിയ നല്ല കാഴ്ചയാണ് വിവേകാനന്ദ പാറയിൽ. ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെയാണ് ആ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ രാത്രി ലൈറ്റിൻ്റെ വെട്ടത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റൂം എടുത്തിരുന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോയി. പിന്നെ രാവിലെ സൺറൈസ് കാണാനായിട്ട് നമ്മൾ രാവിലെ തന്നെ എണീച്ച്
ഒരു 5 മണിയായപ്പോഴത്തെ 5:30 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. പക്ഷേ സൂര്യൻ ഇത് കണ്ടു തുടങ്ങി 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് ആൾക്കാർ 5 മണിക്ക് മുമ്പേ വന്ന് ഒരുപാട് ആൾക്കാർ, ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്നവരായിരുന്നു കൂടുതലും. മലയാളികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5:30 മണിക്ക് തന്നെ എണീറ്റ് വന്ന് കാണാനായിട്ട്. പക്ഷേ സൂര്യൻ ഉദിച്ച് വന്നപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ. ഇത് വിവേകാനന്ദ പാറയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ സൺറൈസ് കാണുന്നത്. മറ്റേ വേറൊരു സ്ഥലത്തായിരുന്നു സൺസെറ്റ് കണ്ടത്. ഒത്തിരി ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെല്ലാവരെയും ഒന്നും വീഡിയോ എടുക്കുന്നില്ല. സൺറൈസ് കണ്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ റൂമിലോട്ട് പോയിട്ട് വന്ന് പിന്നെ ബാക്കി വിവേകാനന്ദ പാറയിലൊക്കെ പോയി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ലെങ്ത് കൂടുതലാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.